ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 37-ാമത്തെ ശ്ലോകം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ മോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. യുദ്ധത്തിൽ കൊല്ലപ്പെടേണ്ടി വന്നാൽ നിനക്ക് അനായാസം സ്വർഗത്തെ പ്രാപിക്കാം. യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഈ ലോകഭോഗ സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് ഒരു രാജാവിനെ പോലെ ജീവിക്കാം. അതുമല്ല, നീ യുദ്ധം ചെയ്യാതെ ഒളിച്ചോടിപ്പോവുകയാണെങ്കിൽ അപമാനഭാരം കൊണ്ട് ഓരോ നിമിഷവും പരിഹാസ്യ വാക്കുകൊണ്ടും നീ നിന്ദ്യനായി കഴിയേണ്ടി വരും. പിന്നെ നിനക്ക് ഇഹലോകത്തും പരലോകത്തും യാതൊരു ഗതിയുമില്ലാതെ നീ നികൃഷ്ടനായിത്തീരും. പിന്നെ നിനക്ക് സമാധാനത്തിന് യാതൊരു വഴിയുമില്ല. അതുകൊണ്ട് നീ എഴുന്നേൽക്കുക, നിന്റെ ശക്തി തിരിച്ചറിയുക, പൊരുതുക. ധീരൻ ഒരിക്കലേ മരിക്കുകയുള്ളൂ. ഭീരുക്കൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. നിന്റെ ശക്തിയെ പുറത്തെടുക്കൂ, ധർമ്മത്തിനു വേണ്ടി പൊരുതൂ. എന്തായാലും ജനിച്ചവർ ഒരു ദിവസം മരിച്ചേ പറ്റൂ. ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മരിച്ചു എന്നെങ്കിലും പറയാം. അതുകൊണ്ട് നീ വെറുതെ അമാന്തിച്ച് നിൽക്കാതെ നിന്റെ കർത്തവ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നീ യുദ്ധം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞ് അർജുനന് ശക്തി നൽകുകയാണ് ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ സുഖത്തിന് മാത്രമല്ല പ്രാധാന്യം, ദുഃഖത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എനിക്ക് സുഖം മാത്രം ലഭിക്കണമെന്ന് ഒരാൾ ഈ ലോകത്ത് ആഗ്രഹിച്ചാൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കും സുഖമാത്രം ഈ ലോകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എത്ര വലിയവനായാലും എല്ലാവരും സുഖവും ദുഃഖവും മാറി മാറി അനുഭവിച്ചാണ് പോകുന്നത്. മറ്റൊന്ന്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ ലോകത്ത് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഓരോന്നും വന്ന് ഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് പിടികിട്ടുകയില്ല. പക്ഷേ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കാര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും. പക്ഷേ ആ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. നമ്മൾ വർത്തമാന സാഹചര്യത്തെ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ഭൂതകാലത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ അർജുനന് ഇങ്ങനെയൊരു യുദ്ധം വന്ന് പെട്ടിട്ടുള്ളത് ഏതോ ഒരു കർമ്മത്തിൻ്റെ ഫലമായി തന്നെയാണ്. അതുകൊണ്ടാണ് സ്വന്തം ബന്ധുക്കളെയൊക്കെ കൊല്ലേണ്ട ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി ഇതിനെ അഭിമുഖീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയും അർജുനൻ്റെ മുന്നിലില്ല എന്ന് കൃഷ്ണൻ ബോധിപ്പിക്കുകയാണ്. നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ മറ്റുള്ളവരെ പഴിച്ചതുകൊണ്ടോ ജാതകത്തെ ശപിച്ചതുകൊണ്ടോ ചുണ്ട് കടിച്ചതുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല. കർമ്മം നമ്മിൽ നിന്നുമുണ്ടായാൽ അതിൻ്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അർജുന, നിനക്കിപ്പോൾ ഈ വന്നുപെട്ടിരിക്കുന്ന സാഹചര്യം ഏതോ ഒരു കർമ്മത്തിൻ്റെ ഫലമാണ്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇവിടെ വന്ന് പെടേണ്ട ആവശ്യമില്ലല്ലോ. ലോകത്തെല്ലാവർക്കും യുദ്ധം വരുന്നില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ഓരോരാൾക്കും വരുന്ന അവരുടെ കർമ്മഫലങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ, നിൻ്റെ മുന്നിൽ വന്ന് പെട്ടിട്ടുള്ള ഒരു സംഭവത്തെ, ഈ യുദ്ധത്തെ ഒരു യോദ്ധാവായ നീ അത് നേരിടാൻ കഴിയാതെ ഒളിച്ചോടാൻ പാടില്ല. കരുത്താർജിച്ച് നീ ഇവിടെ പൊരുതുക. ഇതല്ലാതെ വേറൊരു മൂന്നാമതൊരു വഴി നിനക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കൃഷ്ണൻ അർജുനനെ ബോധിപ്പിക്കുന്നത്. യുദ്ധം ചെയ്യുക മാത്രമാണ് അർജുനൻ്റെ മുന്നിലുള്ള വഴി എന്ന് വീണ്ടും വീണ്ടും അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്.